السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള ഒരു പുതിയ വർഷത്തിലാണ് നമ്മളെല്ലാവരും നിലനിൽക്കുന്നത്. ദുൽഹജ്ജ് അവസാനിച്ച് ഹിജ്റ കലണ്ടർ പ്രകാരം ആദ്യത്തെ മാസം മുഹറം മാസമാണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. മുഹറം മാസം പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മുഹറം എന്ന വാക്കിന്റെ അർത്ഥം പോലും പവിത്രമാക്കപ്പെട്ടത് എന്നാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബ എന്ന അധ്യായത്തിലെ 36-ാമത്തെ വചനത്തിൽ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ചും അതിലെ 4 മാസങ്ങൾ പവിത്രമാക്കിയതിനെ സംബന്ധിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ 4 ഹുറും. അല്ലാഹു തആല പറയുകയാണ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മുതൽ മാസങ്ങളുടെ എണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല 12ആയി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് അതിൽ 4 മാസത്തെ പവിത്ര മാസമാക്കി അല്ലാഹു പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട പലർക്കും ഈ മാസത്തോടുള്ള കാഴ്ചപ്പാട് മറ്റൊന്നാണ് എന്നതാണ് യാഥാർത്ഥ്യം. മുഹറം കടന്നു വരുന്നതോടുകൂടെ അതൊരു നഹ്സിന്റെ അഥവാ ദുഷ്ടഗുണത്തിന്റെ മാസമായി മുഹറത്തെ കാണുന്ന ധാരാളം ആളുകൾ മുസ്ലിമീങ്ങളിലുണ്ട്. പ്രത്യേകിച്ചും മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ഏറെ അപകടം പിടിച്ച ദിവസങ്ങളാണ് എന്നാണ് സാധാരണ ജനങ്ങളിലെ വിശ്വാസം. അവിടെ നല്ല കാര്യങ്ങൾക്കൊന്നും തുടക്കം കുറിച്ചുകൂടാ എന്ന് പല ആളുകളും ധരിച്ചു വച്ചിട്ടുണ്ട്. നമ്മളുടെയൊക്കെ നാട്ടിലെ കലണ്ടറുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മുഹറം 10ന്റെ അവധി പോലും ഈ നിലയിലുള്ള ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് എന്നതാണ് യാഥാർത്ഥ്യം. മുഹറം നഹ്സിന്റെ മാസമായി ആചരിച്ചു വരുന്ന റാഫിളിയാക്കൾ അഥവാ ഷിയാക്കൾ വഴിയാണ് നമ്മളുടെ നാട്ടിലേക്കും ഈ വിശ്വാസം കടന്നു വന്നിട്ടുള്ളത് എന്നതാണ് സത്യം. മുഹറം 10ന് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വധത്തെ അനുസ്മരിച്ചുകൊണ്ട് കർബല ദിനം എന്ന പേരിൽ അവർ ഈ ദിനങ്ങൾ ആചരിച്ചു വരുന്നതും ശരീരത്തിൽ പ്രത്യേകമായ നിലയിൽ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള പല നിലയിലുമുള്ളതായ ആരാധനാ സമ്പ്രദായങ്ങൾ നിലവിൽ നിൽക്കുന്നതും നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ നാട്ടിലും മുഹറം 10 കർബല ദിനമായി ആചരിക്കുന്ന ആളുകളെ ഇന്ന് നമ്മൾക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയിൽ നിന്ന് പിഴച്ചുപോയ ഈ വിഭാഗം വഴിയാണ് അഥവാ ഷിയാക്കളിൽ നിന്നാണ് നമുക്കിടയിലേക്ക് പല ദുഷ്ടഗുണ വിശ്വാസങ്ങളും കടന്നു വന്നിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. എന്ത് നല്ല കാര്യം തുടങ്ങാനും മുഹറം 1 കഴിയട്ടെ എന്ന് പറയുന്ന ആളുകൾ നമുക്കിടയിൽ എമ്പാടും കാണാൻ കഴിയും. ഒരു കല്യാണാലോചന വന്നാൽ അത് നടത്തിക്കൂടാ, മുഹറം 1 കഴിയട്ടെ എന്ന് പറയും. അതുപോലെ തന്നെ പുതിയ വീട്ടിലേക്കൊന്ന് മാറി താമസിക്കണമെങ്കിലോ അവിടെയും മുഹറം 1 കഴിയട്ടെ എന്ന് പറയുന്നു. ഒരു കച്ചവടം ആരംഭിച്ചുകൂടാ, അതുപോലെ തന്നെ ഒരു യാത്ര ചെയ്തുകൂടാ. അങ്ങനെ ഒരു നല്ല കാര്യങ്ങൾക്കും കൊള്ളരുതാത്ത, അതിന് അശുഭകരമായ, അതിന് ശകുനങ്ങളുള്ള ദിവസങ്ങളാണ് മുഹറത്തിന്റെ ദിനങ്ങൾ എന്നുള്ള ഒരു വിശ്വാസം സാധാരണ ഇന്ന് ജനങ്ങളുടെ മനസ്സുകളിൽ രൂഢമൂലമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആനിലോ അല്ലെങ്കിൽ സുന്നത്തിൽ നിന്നോ നമ്മൾക്ക് ആ നിലയിലുള്ള ഒരു വിശ്വാസത്തെയും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്ത് നിലയിൽ നാം പരിശോധിച്ചാലും ആ നിലയിലുള്ള ഒരു വിശ്വാസങ്ങൾക്കും ഒരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു തിരുവചനമുണ്ട്. ആ ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറയുന്നുണ്ട്, ഖാലല്ലാഹു അസ്സ വജല്ല യുഅ്ദീനി ഇബ്നു ആദം യഖൂലു യാ ഖൈബത്തദ് ദഹർ ഫലാ യഖൂലന്ന അഹദുകും യാ ഖൈബത്തദ് ദഹർ ഫഇന്നി അന ദഹറു ഉഖല്ലിബു ലൈലഹു വ നഹാറഹു ഫഇദാ ശിഅ്തു ഖബൽതുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമ്മെ പഠിപ്പിക്കുകയാണ്. ആദമിന്റെ മക്കൾ അഥവാ മനുഷ്യർ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, ആദമിന്റെ മക്കൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ പറയുന്ന ആ ഉപദ്രവം എങ്ങനെയാണ്? അവൻ പറയുന്നു, യാ ഹൈബത്ത് ദഹർ, നശിച്ച കാലമേ എന്ന്, അല്ലെങ്കിൽ നാശം പിടിച്ച കാലവും സമയവുമെന്ന് ആളുകൾ പറയുന്നു. എന്നിട്ട് അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, ഫലാ യഖൂലന്ന അഹദുക്കും യാ ഹൈബത്ത് ദഹർ, അങ്ങനെ നിങ്ങളിൽ ഒരാളും പറയരുത്, കാരണം കാലമാകുന്നു ഞാൻ എന്ന് അല്ലാഹു തആല പറയുകയാണ്. കാരണം ഞാനാണ് അതിന്റെ സൃഷ്ടിപ്പ്, ഞാനാണ് രാപ്പകലുകളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. നാം അത് ഉദ്ദേശിക്കുമ്പോൾ പിടിച്ചു വെക്കുകയും മനുഷ്യരുടെ ജീവിതത്തിൽ നന്മകളോ തിന്മകളോ ഒക്കെ ബാധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കാലം എന്റെ സൃഷ്ടിയാണെങ്കിൽ ആ സൃഷ്ടിയെ നോക്കിക്കൊണ്ട് നിങ്ങൾ ഇന്ന ദിവസങ്ങൾ കൊള്ളരുതാത്തതാണ്, ദുഷ്ടഗുണത്തിന്റേതാണ്, നെഹ്സിന്റെ ദിനങ്ങളാണ് എന്ന നിലയിൽ ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾക്ക് വളരെ കൃത്യമായ നിലയിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്നോ ഇസ്ലാമിന്റെ പ്രമാണമായ ഖുർആനിൽ നിന്നോ ആ നിലയിലുള്ള എന്തെങ്കിലും ഒരു തെളിവ് നമ്മൾക്ക് ലഭ്യമാണോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തന്നെ ലാ തുയറത ഫിൽ ഇസ്ലാം, ആ നിലയിലുള്ള ദുഷ്ടഗുണ ചിന്തകളൊന്നും ഇസ്ലാമിലില്ല. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അവനവന്റെ ഭാഗതയും അവനവന്റെ പിരടികളിൽ ബന്ധിതമായ നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ ദിനങ്ങളോ അല്ലെങ്കിൽ ആ ദിവസത്തിന്റെ പ്രത്യേകതകളോ ഒന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഗുണവും ദോഷവുമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാധിക്കുന്നതല്ല എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ചും മുഹറം അള്ളാഹു ആദരിച്ച പവിത്രമാക്കിയ ഒരു മാസമാണെങ്കിൽ ആ നിലയിൽ അതിന്റെ മഹത്വം തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.